മൂന്ന് ജ്ഞാനികൾ 2100 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്ത് ലോകത്തെ എന്നേക്കുമായി മാറ്റിമറിച്ച ഒരു കുഞ്ഞിനെ അവർ വന്ന് കണ്ടു. കിഴക്ക് നിന്ന് വന്ന ജ്ഞാനികളെക്കുറിച്ച് നാം മനസ്സിലാക്കിയ കാര്യങ്ങളെല്ലാം ചിലപ്പോൾ തെറ്റാൻ സാധ്യതയുണ്ട്. സത്യം പറഞ്ഞ അവർ 3 പേരല്ലായിരുന്നു. അവർ രാജാക്കന്മാരും അല്ലായിരുന്നു. മാത്രമല്ല, അവർ പുൽത്തൊട്ടിയിൽ വന്നല്ല യേശുവിനെ കണ്ടത്. സത്യം പറഞ്ഞാൽ ഇത് അവിശ്വസനീയമായ സംഭവമാണ്. ഈ ജ്ഞാനികളുടെ ചരിത്രം ആരംഭിക്കുന്നത് ഏകദേശം 1000 വർഷത്തിനു മുമ്പ് പേർഷ്യ എന്ന ദേശത്തിലായിരുന്നു. മത്തായി 2 അധ്യായം ആദ്യത്തെ 12 വാക്യങ്ങളിലാണ് ഈ സംഭവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ 12 വാക്യത്തിനകത്ത് ഒരു സ്ഥലത്ത് പോലും 3 പുരുഷന്മാരാണ് വന്നത് എന്ന് പറഞ്ഞിട്ടില്ല. അവരുടെ പേരുകൾ പറഞ്ഞിട്ടില്ല. അവർ രാജാക്കന്മാരായിരുന്നു എന്നും പറയുന്നില്ല. പക്ഷെ നാം പുൽത്തൊട്ടിയിൽ വയ്ക്കുന്ന സ്റ്റാച്യൂസിലൊക്കെ യേശു ജനിച്ച സ്ഥലത്ത് 3 രാജാക്കന്മാർ വന്ന് കാഴ്ചക്ക് അർപ്പിച്ച് വണങ്ങുന്നത് പോലെ നാം കാണാറുണ്ട്. അവർക്ക് പേരും പറയാറുണ്ട്: ഗാസ്പർ, മെൽക്കിയോർ, ബെൽഷസാർ. ഗ്രീക്ക് ഭാഷയിൽ മഗോയ് എന്നാണ് അവരെ വിശേഷിപ്പിക്കുന്നത്. അതായത് കിഴക്ക് നിന്നുള്ള ജ്ഞാനികൾ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ജ്ഞാനികൾ എന്ന് പറയുമ്പോൾ ഒരാളല്ല എന്ന ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട്. പക്ഷെ അതെങ്ങനെയാണ് ഗാസ്പർ, മെൽഷിയോർ, ബൽത്തസർ എന്നീ 3 പേരാണ് എന്ന് കണ്ടെത്തിയത്? അവർ രാജാക്കന്മാരായിരുന്നു എന്ന് ആരാണ് പറഞ്ഞത്? യേശു ജനിച്ച രാത്രിയിൽ തന്നെ അവർ അവിടെ എത്തിയെന്ന് എവിടെയും പറയുന്നില്ല. ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നു, ആ ജ്ഞാനികൾ വീട്ടിൽ ചെന്ന് യേശുവിനെ കണ്ടു എന്ന്. പിന്നെ ഇങ്ങനെ വിശ്വസിക്കാനുള്ള കാരണം എന്താണ്? ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നാം ചരിത്രം പുറകിലേക്ക് നോക്കേണ്ടത് അത്യാവശ്യമാണ്. ക്രിസ്തു ജനിച്ച സമയമല്ല, അതിനും 500 വർഷങ്ങൾക്ക് മുമ്പ്. അവിടെ തീ എന്ന് പറയുന്നത് വളരെ പവിത്രമായ ഒരു കാര്യമായിരുന്നു. അവിടുത്തെ പുരോഹിതന്മാർ നക്ഷത്രങ്ങളെ നിരീക്ഷിക്കുന്നവരായിരുന്നു. ദാനിയേൽ എന്ന പ്രവാചകൻ വഴി ഒരുപാട് പ്രവചനങ്ങൾ സ്വീകരിച്ച ഒരു ദേശമാണത്. ആ രാജ്യമാണ് പേർഷ്യ. പേർഷ്യയിലെ പർവ്വതങ്ങളിൽ ഒരു വിഭാഗം ആളുകൾ മറ്റാളുകൾക്ക് ഇല്ലാത്ത അറിവ് സംരക്ഷിച്ചു. അവരാണ് മാഗൂഷ്, ജ്ഞാനികൾ. അവർ സാധാരണ കാണുന്ന ഒരു തെരുവ് ജ്യോതിഷികളല്ല. അവർ ആ സാമ്രാജ്യത്തിന്റെ ടോപ്പ് ലെവൽ ജ്ഞാനികളായിരുന്നു. ബഹിഷ്ടുവിന്റെ പാറകളിൽ മഹാനായ ദാരിവേഷിന്റെ കൊത്തിയെടുത്ത ശിലാലിഖിതങ്ങളിൽ മാഗി എന്ന വാക്ക് എഴുതിയിട്ടുണ്ട്. രാജാക്കന്മാർ പോലും അംഗീകരിച്ച ജ്ഞാനികളായിരുന്നു അവർ. BC 425 ജീവിച്ചിരുന്ന ഗ്രീക്ക് ചരിത്രകാരനും ഭൂമിശാസ്ത്രജ്ഞനുമായ ഹെറോഡോട്ടസ് പേർഷ്യയിലേക്ക് യാത്ര ചെയ്ത സമയത്ത് ഈ ജ്ഞാനികളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഗ്രീക്ക് സൈനിക നേതാവും തത്വചിന്തകനും ചരിത്രകാരനുമായ സെനഫോൻ അവരെ പേർഷ്യൻ രാജാക്കന്മാരുടെ ഉപദേഷ്ടാക്കളാണ് എന്നും എല്ലാ കാര്യങ്ങളിലും പരമോന്നത അധികാരികളാണ് എന്നും ഇവരെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നുണ്ട്. പുരാതന ജ്യോതിശാസ്ത്ര അറിവിന്റെ കേന്ദ്രമായ ബാബിലോൺ സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള ആകാശ നക്ഷത്രങ്ങളുടെ രേഖകൾ സൂക്ഷിച്ചു. ദാനിയേൽ ഈ പേർഷ്യൻ രാജ്യത്തിന്റെ ദർശകനായിരുന്നു. അവൻ മിടുക്കനായിരുന്നു. യെരുശലേമിനെ നശിപ്പിച്ച രാജാവായ നെബൂഖദ്നേസർ ദാനിയേലിനെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തേക്ക് ഉയർത്തി. ബാബിലോണിലെ വിദ്വാൻമാരുടെ തലവനാണ്, ജ്ഞാനികളുടെ തലവനാണ്, ജ്യോതിഷകാരുടെ തലവനാണ്. എല്ലാവരുടെ മേൽ അവന് അധികാരം ഉണ്ടായിരുന്നു. മിശിഹയെക്കുറിച്ച് ഏറ്റവും കൃത്യമായ പ്രവചനങ്ങൾ ദാനിയേൽ പ്രവചിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ദാനിയേൽ 9 അധ്യായത്തിലെ 70 ആഴ്ചകളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ ഒരു ഗണിതശാസ്ത്ര കാലഗണനയാണത്. മിശിഹ എപ്പോൾ വരും, എപ്പോൾ കൊല്ലപ്പെടും, എപ്പോൾ യെരുശലേം നശിപ്പിക്കപ്പെടും എന്ന് കൃത്യമായി പറയുന്ന ഒരു പ്രവചന കലണ്ടറാണത്. ഈ വിദ്വാൻമാർ ഈ കാര്യങ്ങളെല്ലാം പഠിച്ചു, കണക്ക് കൂട്ടി, സൂക്ഷ്മമായ രേഖകൾ സൂക്ഷിച്ചു. ദാനിയേൽ അവരുടെ ഏറ്റവും ഉയർന്ന അധികാരി ആയതുകൊണ്ട് തന്നെ അവൻ എഴുതിയ പ്രവചന പുസ്തകങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചും ജ്ഞാനികൾ പഠിക്കുന്നുണ്ടായിരുന്നു. അതുമാത്രമല്ല, ബാബിലോണിയൻ ജ്യോതിശാസ്ത്രത്തിൽ വ്യാഴം, അതായത് ജുപ്പിറ്റർ എന്ന ഗ്രഹം, ദേവന്മാരുടെ രാജാവായ പരമോന്നത ദൈവമായ മർദൂക്കിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. നീതിയുടെയും രാജകീയതയുടെയും നക്ഷത്രമായ കവാനോ ആയിരുന്നു ശനിഗ്രഹം. പടിഞ്ഞാറ് വശവുമായി, അതായത് സിറിയ, പാലസ്തീൻ, ജൂതന്മാരുടെ ദേശവുമായി ബന്ധപ്പെട്ട ഒരു നക്ഷത്ര സമൂഹമായിരുന്നു മീനം, അതായത് പയസ്. BC 4 3 പ്രാവശ്യം ഈ 2 വലിയ ഗ്രഹങ്ങൾ കണ്ടുമുട്ടി. മെയ്, ഒക്ടോബർ, ഡിസംബർ. രാത്രി ആകാശത്ത് നഗ്നനേത്രങ്ങൾ കൊണ്ട് പോലും കാണാൻ പറ്റുമായിരുന്നു അത്. ഇന്നത്തെ ജ്യോതിശാസ്ത്രജ്ഞർക്ക് ഇത് വളരെ അപൂർവമാണ്, എന്നാൽ സ്വാഭാവികമായ ഒരു പ്രതിഭാസമായിരുന്നു അത്. ഈ ജ്ഞാനികളും അത് ശ്രദ്ധിച്ചു. അവരുടെ ജ്യോതിശാസ്ത്രം അനുസരിച്ച് ജൂതന്മാരുടെ നക്ഷത്ര സമൂഹത്തിൽ ദേവന്മാരുടെ രാജകീയ നക്ഷത്രം 3 പ്രാവശ്യം കണ്ടുമുട്ടുന്നു. അത് കണ്ടപ്പോൾ തന്നെ അവർക്ക് ഒരു കാര്യം മനസ്സിലായി: ഒരു രാജാവ് ജനിച്ചിരിക്കുന്നു. എന്നാൽ ഈ നക്ഷത്രം എന്ന് പറയുന്നത് വെറുതെ ഒരു ഗ്രഹം എന്നത് മാത്രമല്ല. കാരണം പ്രകൃതി ജ്യോതിശാസ്ത്രത്തിന് പോലും വിശദീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യത്തെക്കുറിച്ച് മത്തായി വിവരിക്കുന്നുണ്ട്. നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടു, അപ്രത്യക്ഷമായി, പിന്നെയും പ്രത്യക്ഷപ്പെട്ടു, അത് നീങ്ങി, അവസാനം ബെത്ലഹേമിൽ ഒരു വീടിന്റെ മുകളിൽ ചെന്ന് നിന്നു. ഈ നക്ഷത്രം കണ്ടപ്പോൾ ജ്ഞാനികൾക്ക് തീരുമാനിക്കാൻ 2 കാര്യമുണ്ടായിരുന്നു.
ഈ അടയാളം അവഗണിച്ച് അവിടെ തന്നെ താമസിക്കുക. അല്ലെങ്കിൽ രണ്ടും കൽപ്പിച്ച് ആ സ്ഥലത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നറിയാനായിട്ട് യാത്ര ചെയ്യുക. അവർ എന്തായാലും നന്നായിട്ട് ആലോചിച്ച് യാത്ര ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. അത്രത്തോളം ആലോചിച്ച് യാത്ര ചെയ്യാൻ തീരുമാനിച്ചതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ലായിരുന്നു. കാരണം ബാബിലോൺ മുതൽ യെരുശലേം വരെ നേരെ പോയ ഏകദേശം 2100 കിലോമീറ്റർ ഉണ്ട്. പക്ഷേ നേരെ പോകാൻ പറ്റില്ല. മലപ്രദേശങ്ങളൊക്കെ ഒഴിവാക്കി അവർ നദികൾ ഒഴുകുന്ന ആ വഴിയിൽ കൂടി തന്നെ പോയി. അത് പൊതുവെ വ്യാപാരികളൊക്കെ ഉപയോഗിക്കുന്ന വഴി തന്നെയാണ്. അത് സത്യം പറഞ്ഞാൽ 2750 കിലോമീറ്റർ ദൂരം ഉണ്ടായിരുന്നു. നല്ല അപകടകരമായ വഴിയാണത്. ഇതുവഴി യെരുശലേമിലെത്താനായിട്ട് എത്ര ദിവസം എടുക്കുമെന്ന് എസ്രാ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. എസ്രാ 7:9 യഹൂദന്മാർ ബാബിലോണിൽ നിന്ന് യെരുശലേമിലേക്ക് മടങ്ങിയപ്പോൾ യാത്രയ്ക്ക് കറക്റ്റ് 4 മാസം എടുത്തു. 1-ാം മാസം 1-ാം തീയതി അദ്ദേഹം ബാബിലോണിൽ നിന്ന് യാത്ര തിരിച്ചു. തൻ്റെ ദൈവത്തിൻ്റെ കരുണയുടെ കൈ അദ്ദേഹത്തിന് അനുകൂലമായിരുന്നതുകൊണ്ട് 5-ാം മാസം 1-ാം തീയതി അദ്ദേഹം യെരുശലേമിലെത്തി. തുടർച്ചയായിട്ട് 4 മാസം അവർ യാത്ര ചെയ്തു. അപ്പോൾ ജ്ഞാനികൾ യാത്ര ചെയ്തതൊന്ന് സങ്കല്പിച്ച് നോക്കിയേ. മാംസം പോലും ഒരുകുന്ന രീതിയിലുള്ള ചൂടുള്ള മരുഭൂമി, രാത്രികാലങ്ങളിൽ മനുഷ്യനെ കൊല്ലുന്ന രീതിയിലുള്ള തണുപ്പ്, യാത്രാ സംഘങ്ങളെ ആക്രമിക്കുന്ന കൊള്ളക്കാരുടെ കൂട്ടം, സിംഹങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ എത്ര പേർ യാത്ര ചെയ്തു എന്നറിയാവോ? സത്യത്തിൽ 3 ജ്ഞാനികളാണ് വന്നത് എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് അറിയാവോ? 3 സമ്മാനങ്ങൾ കൊണ്ടുവന്നല്ലോ, അതിനെ മാത്രം അടിസ്ഥാനമാക്കിയുള്ളതാണത്. 3 സമ്മാനങ്ങൾ, അതുകൊണ്ട് 3 ജ്ഞാനികൾ. പക്ഷേ അത് തെറ്റാണ്. കിഴക്കൻ പാരമ്പര്യങ്ങളിൽ അതിൽ 12 പേരുണ്ടായിരുന്നു എന്ന് പറയുന്നു. പുരാതന സിറിയൻ ഗ്രന്ഥങ്ങളിൽ 12-ൽ കൂടുതൽ ആൾക്കാർ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ ബൈബിൾ അതിനെ വ്യക്തമാക്കുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഒരു കാര്യം ആലോചിച്ച് നോക്കിക്കേ. അവർ സ്വർണം, കുന്തുരുക്കം, മൂര് എന്ന നല്ല വിലയുള്ള സാധനങ്ങളാണ് കൊണ്ടുപോയത്. അളക്കാനാവാത്ത അത്ര മൂല്യമുള്ള നിധികളാണത്. 3 പേർ ഏകദേശം 2750 കിലോമീറ്റർ, അതും കൊള്ളക്കാരൊക്കെ ഉള്ള വഴിയിൽ കൂടെ യാത്ര ചെയ്യുമോ? ഒരിക്കലുമില്ല. അത്രയും വലിയ സമ്പത്ത് സംരക്ഷിക്കാൻ വേണ്ടി അവർക്ക് കാവൽക്കാർ, ജോലിക്കാർ, ഒട്ടകങ്ങൾ, അങ്ങനെ ഒരു വലിയ യാത്രാ സംഘം തന്നെ അവർക്ക് ആവശ്യമായിരുന്നു. അതിൽ കൂടുതൽ കാണാനും സാധ്യതയുണ്ട്. കാണുന്നവരുടെ ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിലുള്ള ഒരു വലിയ യാത്രാ സംഘമായിരുന്നു അത്. അവർ കൊണ്ടുവന്ന സമ്മാനങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അറബിയയിലെയും നുബിയയിലെയും കനികളിൽ നിന്നുള്ള സ്വർണമാണത്. എന്നാൽ കുന്തുരുക്കവും മൂരും ആ സമയത്ത് ഒരു സ്ഥലത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, തെക്കൻ അറേബ്യൻ ഉപദ്വീപിലും സൊമാലിയൻ തീരത്തും. ഇപ്പോൾ ഈ പാത, അതായത് യമൻ മുതൽ ഗാസ വരെയുള്ള ഈ 2750 കിലോമീറ്റർ ദൂരം യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമാണ്. ഈ വഴിയിൽ 65 സ്ഥലങ്ങളിൽ താമസിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു എന്ന് പ്ലിനി ദി എൽഡർ രേഖപ്പെടുത്തുന്നുണ്ട്. നബറ്റിയൻസ് ആണ് ഈ വ്യാപാര പാത ആ സമയത്ത് നിയന്ത്രിച്ചിരുന്നത്. സങ്കല്പിക്കാനാവാത്ത രീതിയിൽ ആ പാത സമ്പന്നമായിരുന്നു. കാരണം അന്നത്തെ കാലത്ത് ഈ ധൂപവർഗം എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ സ്വർണത്തിന് തുല്യമായിരുന്നു. എല്ലാ ക്ഷേത്രങ്ങളിലും ഇത് കത്തിക്കുമായിരുന്നു. സ്വർഗത്തിലേക്ക് ഉയരുന്ന പ്രാർത്ഥനയുടെ പ്രതീകമായിരുന്നു അത്. രാജാക്കന്മാരെ അഭിഷേകം ചെയ്യാനും മരിച്ചവരുടെ ശരീരത്തിൽ പുരട്ടാനും സുഗന്ധദ്രവ്യങ്ങൾ തയ്യാറാക്കാനും ഈ മൂര് ഉപയോഗിക്കുമായിരുന്നു. രണ്ടും രാജകീയ നിലവാരമുള്ള നിധികളാണ്. ഈ ജ്ഞാനികൾ ഒരു സാധാരണ സമ്മാനങ്ങളല്ല കൊണ്ടുവന്നത്. അവർ പ്രവചന രീതിയിലുള്ള കാര്യങ്ങളാണ് കൊണ്ടുവന്നത്. രാജാവിന് സ്വർണം, ദൈവത്തിന് ധൂപവർഗം, മരിക്കുന്ന വ്യക്തിക്ക് മൂര്. അവർ ഇങ്ങനെ ഉദ്ദേശിച്ചല്ല കൊണ്ടുവന്നത്, പക്ഷെ അവരിലൂടെ ദൈവം അത് ചെയ്യിച്ചു. ഓരോ സമ്മാനവും യേശു ആരാണെന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. രാജാവ്, ദൈവം, യാഗമാകാനുള്ള രക്ഷകൻ. 4 മാസത്തെ വളരെ കഠിനമായ യാത്രയ്ക്ക് ശേഷം അവർ അവിടെ എത്തി. പക്ഷേ ബെത്ലഹേമിലല്ല, യെരുശലേമിൽ. ബെത്ലഹേം, അതായത് ദാവീദിന്റെ നഗരം, യെരുശലേമിൽ നിന്ന് 10 കിലോമീറ്റർ ദൂരമുണ്ട്. അതായത് നടന്നെത്താൻ 2 മണിക്കൂർ എടുക്കും. അവിടെ എത്തിയപ്പോൾ അവർ കണ്ടത് മത്തായി 2:11 വിവരിക്കുന്നുണ്ട്. അവർ വീട്ടിലെത്തിയപ്പോൾ ശിശുവിനെ അമ്മ മറിയയോടൊപ്പം കണ്ടു. അവർ വീട്ടിലാണ് വന്ന് കണ്ടത്, പുൽത്തൊട്ടിയിലല്ല, ഗുഹയിലല്ല. അവിടെ ഗ്രീക്ക് പദം ഒക്യാനോ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് വാസസ്ഥലം, വീട് എന്നാണ് അർത്ഥം. യേശു ജനിച്ച സ്ഥലമല്ല ഇത്. യോസഫും മറിയയും താമസിക്കുന്ന സ്ഥലമായിരുന്നു അത്. യേശുവിനെ ഇടയന്മാർ പുൽത്തൊട്ടിയിൽ കണ്ടപ്പോൾ ലൂക്കോസ് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ബെർഫോസ് എന്നാണ്. നവജാത ശിശു എന്നാണ് അതിനർത്ഥം. പക്ഷേ ജ്ഞാനികൾ വന്ന് കണ്ട സമയത്ത് മത്തായി കുഞ്ഞിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് പെയ്ഡൻ എന്നാണ്. അതിനർത്ഥം കുട്ടി, കൊച്ചുകുട്ടി എന്നാണ്. എന്ന് പറഞ്ഞാൽ അല്പം വളർന്ന കുട്ടിയാണ്. എത്ര വയസ്സായിക്കാണുമെന്ന് ചോദിച്ചാൽ വ്യക്തമായി അറിയില്ല. പക്ഷേ ഹേരോദ രാജാവ് 2 വയസ്സിനും താഴെയുള്ള കുട്ടികളെ കൊന്നു എന്ന് നമുക്കറിയാം. ഹേരോദ രാജാവ് ഏകദേശം ഒരു കണക്കനുസരിച്ച് ഒരു കാരണവശാലും രക്ഷപ്പെടാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. യേശു ജനിച്ച സമയത്താണ് നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടതെങ്കിൽ വിദ്വാൻമാർ യാത്ര ചെയ്യാൻ എന്തായാലും 4 മാസം എടുത്തു. അപ്പോൾ കുറഞ്ഞത്
യേശുവിന് 4 മാസമെങ്കിലും പ്രായമുണ്ടായിരുന്നു. അതിനേക്കാളും കൂടാനേ സാധ്യതയുള്ളൂ, കുറയില്ല. യേശു ജനിച്ച പുൽക്കൂട്ടിൽ നിന്ന് ഒരു വീട്ടിലേക്ക് മാറാനുള്ള നല്ല സമയം ആ കുടുംബത്തിനുണ്ടായിരുന്നു. യോസഫ് ഒരു മരപ്പണിക്കാരനായിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ സ്വന്തം സ്ഥലമാണ് ബെത്ലഹേം. അവിടെ അദ്ദേഹത്തിന് ജോലി ഉണ്ടായിരുന്നു. വിദ്വാൻമാർ വന്ന സമയത്ത് അവർ ഒരു കുഞ്ഞിനെ കണ്ടു. ഒരു കർഷക പെൺകുട്ടിയുടെ കൈകളിൽ ഒരു ചെറിയ കുഞ്ഞ്. കിരീടമില്ല, കൊട്ടാരമില്ല, കാവൽക്കാരില്ല. ഒരു ചെറിയ പട്ടണത്തിൽ ഒരു ചെറിയ വീട്ടിൽ താമസിക്കുന്ന ഒരു സാധാരണ കുടുംബം. ജ്ഞാനികളുടെ സ്ഥാനത്തുള്ള ആരും ഒരിക്കലും ചെയ്യാത്ത ഒരു കാര്യം അവർ ചെയ്തു. മത്തായി 2:11 ഇങ്ങനെ പറയുന്നു: സാഷ്ടാംഗം വീണ് ശിശുവിനെ ആരാധിച്ചു, നിലത്ത് കിടന്ന് നിലത്തേക്ക് മുഖം വച്ചു. പൊതുവെ ദൈവത്തെ മാത്രമാണ് ഇങ്ങനെ ആരാധിക്കുന്നത്. ഈ ജ്ഞാനികൾ നല്ല ഉന്നത സ്ഥാനത്തുള്ളവരാണ്, രാജാക്കന്മാരുടെ ഉപദേഷ്ടാക്കളാണ്, ഉന്നത തരത്തിലുള്ള പുരോഹിതന്മാരാണ്. ആ ഉന്നത തലത്തിലുള്ള ആ ജ്ഞാനികൾ ഒരു പാവപ്പെട്ട വീട്ടിൽ ജനിച്ച ഒരു ശിശുവിന്റെ മുന്നിൽ വീണു. എന്തിനാ അങ്ങനെ ചെയ്തത്? കാരണം മനുഷ്യ ശരീരത്തിൽ അവർ ദൈവത്തെ കണ്ടു. തലമുറകളായിട്ട് അവർ പഠിച്ചുകൊണ്ടിരുന്ന പ്രവചനങ്ങളുടെ നിവൃത്തിയെ അവർ കണ്ടു. അവരുടെ ഹൃദയങ്ങൾ ആകാംക്ഷയോടെ കൊതിച്ചിരുന്ന കാര്യങ്ങളുടെ ഉത്തരം അവർ അവിടെ കണ്ടു. അതിനുശേഷം അവർ സ്വർണം, കുന്തുരുക്കം, മൂര് കാഴ്ച അർപ്പിച്ചു. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ.